വിഷ്ണു കൂടി ചേരുന്നുണ്ട്. വിഷ്ണു ഉള്ളത് യു.പിയിലെ റായ്ബറേലിയിലാണുള്ളത്. വിഷ്ണു ഇന്നലെ അമേഠിയിലാണ് ഉണ്ടായിരുന്നത്. അമേഠിയിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം നമ്മുടെ ഇലക്ഷൻ ഇന്ത്യയിലൊക്കെ അവിടുന്ന് തത്സമയ വിവരങ്ങൾ ഒക്കെ നൽകിയിരുന്നു. എങ്ങനെയുണ്ട് റായ്ബറേലി? ഇന്നിപ്പോൾ സോണിയാഗാന്ധി അവിടേക്ക് പ്രചാരണത്തിന് എത്തുന്നുണ്ട് അല്ലേ വിഷ്ണു? ശരത്ത്, തീർച്ചയായിട്ടും റായ്ബറേലിയിൽ ഇന്ന് സോണിയാഗാന്ധി പ്രചരണത്തിന് എത്തുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നത്. അതോടൊപ്പം തന്നെ റായ്ബറേലിക്ക് തൊട്ട് അടുത്ത് കിടക്കുന്ന മണ്ഡലമായ അമേഠിയിൽ ഇന്ന് അമിത്ഷായുണ്ട്. സ്മൃതി ഇറാനിയുടെയും അമിത്ഷായുടെയും റോഡ് ഷോ ഇന്ന് ഉച്ചയോടുകൂടിയാണ് നടക്കുക. അതിനുശേഷം അമിത്ഷാ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതും വൈകിട്ട് 4:30-ക്കാണ് അമിത്ഷായുടെ വാർത്താ സമ്മേളനം ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് വലിയ തലത്തിലുള്ള പ്രചരണമാണ് ഇന്ന് നടക്കുക. അമേഠി വലിയ തലത്തിലുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. നമുക്കറിയാം, ഇത്തവണ അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് ഒരു ചുവടുമാറ്റം നടത്തിയ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അമേഠിയിൽ KL ശർമ്മ, കോൺഗ്രസിൻ്റെ ശക്തനായിട്ടുള്ള ഒരു നേതാവാണ് KL ശർമ്മ. സ്മൃതി ഇറാനിക്കെതിരെ ഇത്തവണ അമേഠിയിൽ KL ശർമ്മ മത്സരിക്കുന്നു. അതേസമയം റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമടക്കം മുന്നോട്ട് വയ്ക്കുന്ന. നമുക്കറിയാം, കഴിഞ്ഞ തവണ സോണിയാഗാന്ധി വലിയ ഭൂരിപക്ഷം നേടിയ മണ്ഡലമാണ്. അവിടെ ഇത്തവണ മകനാണ് രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ് നേതാവ് മത്സരിക്കുന്നു. പ്രിയങ്കയും രാഹുലും ഒക്കെ സജീവമാണ്. ഇപ്പോൾ വിഷ്ണു നിൽക്കുന്ന സ്ഥലം കൂടി ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു. ഇവിടെയൊക്കെ റായ്ബറേലി മണ്ഡലത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട തിരക്ക് പിടിച്ച ഒരു പട്ടണമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ തിരക്ക് പിടിച്ചൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ പക്ഷേ പ്രചരണത്തിൻ്റെ ഒരു ആവേശമോ വേറെ ഏതെങ്കിലും തരത്തിൽ അവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ പോസ്റ്ററുകളോ കൊടിതോരണങ്ങളോ ഒന്നും വിഷ്ണു നിൽക്കുന്നിടത്ത് അങ്ങനെ കാണാനില്ല. ശരത്ത്, ഈ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വളരെ വ്യത്യസ്തമാണ്. കാരണം നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് വലിയൊരു ഉത്സവമായിട്ട് കൊണ്ടാടും. എല്ലായിടങ്ങളിലും വലിയ പോസ്റ്ററും കൊടിതോരണങ്ങളും ഒക്കെ തന്നെ കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ അത്തരത്തിലൊരു പോസ്റ്ററുകൾ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് കൊടിതോരണങ്ങളൊക്കെ തന്നെ കാണുന്നത് വളരെ കുറവാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ റാലികൾ, റോഡ് ഷോ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്നത് ഈ നേതാക്കളുടെ വേദികളിലെ പ്രസംഗങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നടക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലുള്ളതുപോലെയുള്ള വലിയ ഒരു ഉത്സവം അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങൾ കൊണ്ടാടുന്ന തലത്തിൽ നമുക്ക് കാഴ്ചകൾ കാണുന്നതൊക്കെ വളരെ വിരളമെന്ന് നമുക്ക് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോൾ വിഷ്ണു നിൽക്കുന്ന ആ പ്രദേശം റായ്ബറേലി നാട്ടുകാർ കൂടി കാണട്ടെ. ശരത്ത്, ഇത് റായ്ബറേലിയുടെ ഒരു പ്രധാനപ്പെട്ട മേഖല തന്നെയാണ്. പക്ഷേ നമുക്ക് കാണുന്നത് പോലെ ഇവിടെയൊക്കെ തന്നെ വലിയ തലത്തിലുള്ള വികസനങ്ങളൊന്നുമില്ല. ചെറിയ റോഡുകളാണ്, ഇടുങ്ങിയ കെട്ടിടങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ പ്രദേശങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇത് റായ്ബറേലിയുടെ മാത്രം പൊതു അവസ്ഥയല്ല. റായ്ബറേലി ആയാലും അമേഠി ആയാലും ഒക്കെ തന്നെ വലിയ തലത്തിൽ ഇവർ വലിയ നേതാക്കൾ മത്സരിക്കുന്നത് കൊണ്ട് ഈ പ്രദേശങ്ങൾ വലിയ പ്രസിദ്ധമാകുന്നു, ഫേമസ് ആകുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഈ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ പറയുന്ന ഈ റായ്ബറേലി അല്ലെങ്കിൽ അമേഠി എന്നൊക്കെ നമ്മൾ വലിയ പേര് പറയുന്നത് പോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വസ്തുത. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ചെറിയ റോഡുകളൊക്കെയാണ്, അതോടൊപ്പം ഇടുങ്ങിയ കെട്ടിടങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് ആണെങ്കിൽ പോലും ഇത്തരത്തിലാണ് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ അത്ര കണ്ട് കാണാൻ കഴിയാത്ത മണ്ഡലങ്ങളാണ് ഈ അമേഠി ആയാലും അമേഠിയിലൂടെ സഞ്ചരിച്ചു. ഇത്തവണ രാഹുൽ ഗാന്ധിയല്ല അവിടെ സ്ഥാനാർത്ഥി, ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി KL ശർമ്മയാണ്. സോണിയ കുടുംബവുമായി അത്രമേൽ അടുപ്പമുള്ള കോൺഗ്രസ് നേതാവാണ് KL ശർമ്മ. സ്മൃതി ഇറാനി തന്നെയാണ്. ഇന്നലെ വിഷ്ണു പറയുകയുണ്ടായി, കഴിഞ്ഞ തവണ കേവലം 55,000 വോട്ടുകൾക്ക് മാത്രമാണ് സ്മൃതി ഇറാനി അമേഠി വിജയിച്ചത്. പക്ഷേ ഇത് പിടിച്ചെടുക്കുകയായിരുന്നു. പതിറ്റാണ്ടുകളായി കോൺഗ്രസിനൊപ്പം നിന്നൊരു മണ്ഡലമാണ്. ഇപ്പോഴവിടുത്തെ സ്ഥിതി എന്താണ്? ഇന്നലെ ഒരു സ്മൃതി ഇറാനി നേരിടുന്നൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് സൂചിപ്പിച്ച സാഹചര്യമുണ്ട്. എൻ്റെ ചോദ്യം അതല്ല. ഇപ്പോൾ അമേഠിയിലേക്കായാലും റായ്ബറേലിയിലേക്കായാലും
ഈ പ്രദേശങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഈ ചെറു പട്ടണമൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടി തിരക്കും റോഡും കടകളുമൊക്കെ കാണാനുണ്ട്. ഗ്രാമീണ മേഖലയുടെ അവസ്ഥ എന്താണ് ഇവിടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ? അമേഠിയിലും റായ്ബറേലിയിലുമൊക്കെ ഗ്രാമീണ മേഖലയുടെ സ്ഥിതി എന്താണ് യു പിയിൽ പൊതുവെ? ശരത്ത്, യു പിയിൽ പൊതുവെ ഗ്രാമീണ മേഖലകളിൽ കർഷകർക്കടക്കം വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യം തന്നെയാണ്. കാരണം കർഷകരെ സംബന്ധിച്ച് അവർക്ക് നിരവധി വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അടക്കമുള്ള വിഷയങ്ങളാണ് കർഷകർ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്. അത് അമേഠി ആയാലും റായ്ബറേലി ആയാലും ഇവിടെയൊക്കെ തന്നെ ഈ കർഷകർക്ക് ഈ പ്രശ്നങ്ങൾ നമുക്കറിയാം. വിഷ്ണു, ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ പൊതുപരിപാടികളിലൊക്കെ, പൊതു ചർച്ചകളിലൊക്കെ, ജനങ്ങളെ പങ്കെടുപ്പിച്ചുള്ള പരിപാടികളിലൊക്കെ ഈ BJP പ്രതിനിധികളൊക്കെ വരുമ്പോൾ അവരേറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് മോദി ഗ്യാരണ്ടി. അന്ന് അതായിരുന്നല്ലോ, ഇപ്പോൾ അത് കേൾക്കാനില്ല. ആ മോദി ഗ്യാരണ്ടിയിൽ ഞങ്ങൾ വീടുകൾ നൽകി, ശൗചാലയം നൽകി, അതുപോലെ തന്നെ വീടുകളിൽ ജലം എത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിയിലുള്ള കുറേ പദ്ധതികളുടെ പേരുകളൊക്കെ നിരന്തരം ഈ നേതാക്കൾ പറയുമായിരുന്നു. പക്ഷേ ഗ്രാമീണ മേഖല, ഉത്തരേന്ത്യയുടെ വിശേഷിച്ച് യു പിയുടെയൊക്കെ ഗ്രാമീണ മേഖലയിൽ അത്തരം കാര്യങ്ങൾ ഫലപ്രദമായി ലഭിക്കാത്തതിലുള്ള ഗ്രാമീണ ജനതയുടെ ഒരു അസംതൃപ്തി 2019 നിന്ന് ഭിന്നമായി 24 കാണുന്നു എന്നാണോ? ശരത്, തീർച്ചയായിട്ടും അത് നമുക്ക് ഈ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്ന ഒന്നാണ്. കാരണം കർഷകരുടെ ഭാഗത്ത് നടക്കം വലിയ തലത്തിൽ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. അത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രകടമായി ആ ഒരു മാറ്റം കാണാൻ കഴിയുന്നുണ്ട്. അത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി വേദിയിൽ പ്രസംഗിക്കുമ്പോൾ പോലും അവിടെ കർഷകരുടെ ഭാഗത്ത് നിന്നൊരു പ്രതിഷേധം ഉണ്ടാവുകയും ഉള്ളിവിലയെക്കുറിച്ച് സംസാരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്ന തലത്തിലേക്ക് ആ ഒരു പ്രതിഷേധം എത്തുകയും ഒരു നിമിഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തൻ്റെ പ്രസംഗം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്ന ആ തലത്തിലേക്കാണ് കാര്യങ്ങൾ 2019 നിന്ന് 24 എത്തുമ്പോൾ കാര്യങ്ങൾ മാറുന്നത്. ഇത് ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ മാത്രം ഒരു കാര്യമല്ല. ഇപ്പോൾ ഹരിയാനയിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്ക് കാണാൻ കഴിയും. ഹരിയാനയിൽ അവിടെ BJP നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് റാലി നടത്താൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം അത്രത്തോളം ശക്തമായിട്ടുള്ള പ്രതിഷേധം കർഷകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. BJP നേതാക്കൾ, അത് മുൻ മുഖ്യമന്ത്രിയായ മനോഹർലാൽ ഖട്ടർ ഉൾപ്പെടെയുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പ് റാലികളിലേക്ക് എത്തുമ്പോൾ കർഷകർ കരിങ്കൊടി കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധമൊക്കെ തന്നെ അവിടെ നടത്തുന്നു. അത്തരത്തിൽ ഇവർക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് റാലികൾ ഉപേക്ഷിക്കേണ്ട സാഹചര്യം വരുന്നു. ഇപ്പോൾ അമിത്ഷാ തന്നെ 3ഓളം റാലികളാണ് ഹരിയാനയിൽ ഉപേക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി ഹരിയാനയിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഹരിയാനയിലേക്ക് റാലികൾ നടത്തുമോ എന്ന് പോലും ആശങ്കയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സംശയത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 2019 നിന്ന് 24 വരുമ്പോൾ ആ ഒരു മാറ്റം നമുക്ക് പ്രകടമായി തന്നെ കാണാൻ കഴിയും. ഈ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. അപ്പോൾ വിഷ്ണുവിനറിയാമല്ലോ, രാഹുൽ ഗാന്ധി പിന്നീട് മത്സരിച്ചതിപ്പോൾ വയനാട്ടിലാണ്. വയനാട്ടിലെ സിറ്റിംഗ് MP ആണ് അദ്ദേഹം. അപ്പോൾ രജീഷ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ചു, കൊടിയൊന്നും കാണാനില്ലല്ലോ, പോസ്റ്റർ കാണാനില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ രജീഷ് ചോദിക്കുന്നു, റായ്ബറേലിയിലും വയനാട്ടിലെ പോലെ ബലൂണാണോ എന്ന് ചോദിക്കുന്നുണ്ട്. വിഷ്ണു, ശരത്ത്, ഇവിടെ ശക്തമായിട്ടുള്ള പ്രചരണം തന്നെയാണ് ഇവിടൊക്കെ തന്നെ അരങ്ങേറുന്നത്. അത് അവിടെ ബലൂണില്ല അല്ലേ? അവിടെ ബലൂണില്ല അല്ലേ? ശരത്ത്, ഇവിടെ കൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇന്നലെ നമ്മൾ കവർ ചെയ്ത റാലിയിലായാലും രാഹുൽ ഗാന്ധിയൊക്കെ പങ്കെടുക്കുന്ന റാലിയിലായാലും കൊടികൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് വയനാട്ടിൽ കണ്ടതുപോലെ കൊടികൾ മാറ്റിവെച്ച് ബലൂൺ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇങ്ങോട്ടേക്ക് കോൺഗ്രസ്സിന് അധപ്പതിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഇവിടെ മറ്റ് കാര്യങ്ങൾ കോൺഗ്രസ്സിനെ അലട്ടുന്നില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഇവിടെ അവരുടെ ഒരു കൊടി സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നുണ്ട് എന്നതാണ് നമുക്ക് പറയാൻ കഴിയുക. അത് ആശ്വാസകരമാണ്. ഏതായാലും വിഷ്ണു, രജീഷിൻ്റെ ആ ചോദ്യം വളരെ സമയോചിതമായ, സന്ദർഭോചിതമായ ഒരു ചോദ്യമായിരുന്നു. റായ്ബറേലി കണ്ടപ്പോൾ സ്വാഭാവികമായി ആരും ചോദിച്ചു പോകും, വയനാട്ടിലെ പോലാണോ അവിടെ രാഹുൽ ഗാന്ധിക്ക് കൊടിയാണോ അതോ പഥ്യം അതോ ബലൂണാണോ എന്നുള്ളതാണ്. ത്രിവർണ്ണ ബലൂണുകൾ, പച്ച ബലൂണുകൾ, കൊടിക്ക് പകരം ഇതൊക്കെ നമ്മൾ വയനാട്ടിൽ കണ്ടു. വയനാട്ടിൽ വലിയ ചർച്ചയായിരുന്നു. ഏതായാലും വലിയൊരു ആശ്വാസമാണിപ്പോൾ രജീഷിന് നമ്മുടെ വിഷ്ണു റായ്ബറേലിയിൽ നിന്ന് നൽകിയത്. അവിടെ കൊടി തന്നെയാണ്, ബലൂണില്ല എന്നുള്ളത് കൂടിയാണ് നമ്മുടെ മുമ്പിൽ കിട്ടുന്ന വിവരം. റായ്ബറേലി, അതുപോലെ അമേഠി, ലഖ്നൗ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. ഇപ്പോൾ
റായ്ബറേലിയിൽ നിന്ന് ഇന്നലെ അമേഠിയിൽ നിന്നൊക്കെയാണ് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു വിവരങ്ങളുമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം നമ്മുടെ മുമ്പിലേക്ക് എത്തി. അപ്പോൾ വിഷ്ണു, ഇന്ന് പകല് പരസ്യപ്രചാരണം തീരുന്ന ഘട്ടത്തിൽ ഇങ്ങനെ അടുത്തടുത്ത മണ്ഡലങ്ങളിലൊക്കെ സഞ്ചരിച്ച് കുറേ കൂടി യുടെ രാഷ്ട്രീയത്തെ, BJPയുടെ പ്രതീക്ഷകളെ അല്ലെങ്കിൽ അവരുടെ ആശങ്കകളെ അതിനെ അതിജീവിച്ച് കൂടുതൽ സീറ്റുകൾ ജയിച്ചു വരാൻ കഴിയുന്ന ഇന്ത്യ മുന്നണിയുടെ അവിടുത്തെ പ്രതീക്ഷകൾ, ഈ ഘടകങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്നുകൊണ്ട് കുറേ കൂടി സജീവമായി നമ്മുടെ ബുള്ളറ്റിനിലേക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനൊരു സഞ്ചാരം രാവിലെ ആരംഭിച്ചോളൂ. ഓക്കെ, തീർച്ചയായിട്ടും ശരത്. അപ്പോൾ ഏതായാലും വിഷ്ണു അങ്ങനെ ഉത്തരേന്ത്യയിലൂടെ സഞ്ചരിക്കട്ടെ, UPയിലൂടെ സഞ്ചരിക്കട്ടെ, അമേഠി, റായ്ബറേലി, അങ്ങനെ വിവിധ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം തീരുന്ന ദിവസം 5ാം ഘട്ടം UPയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഇപ്പോൾ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഓരോ ഘട്ടം പിന്നിടുമ്പോഴും UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, അതായത് BJPക്ക് 14-ൽ മോദിയുടെ വരവിനും അതിനുശേഷം 19-ൽ മോദി തരംഗത്തോടെ ഏറ്റവും മികച്ചൊരു വിജയം നേടുന്നതിനും ഇടയാക്കും വിധമുണ്ടായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വലിയ മാറ്റം സംഭവിക്കുന്നു. ആ നിലയിൽ BJPക്ക് ഏറ്റവും അധികം സീറ്റുകൾ നേടിക്കൊടുത്ത സംസ്ഥാനങ്ങളിൽ അവർക്ക് സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു പൊതു രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കുന്നു എന്ന വിവരം കൂടുതൽ ശക്തമാകുന്നുണ്ട്, കൂടുതൽ പ്രബലമാകുന്നുണ്ട്. അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ UPയിലും 80-ൽ മൃഗീയമായി സീറ്റുകൾ നേടുന്ന BJPയുടെ മുൻകാല അനുഭവം ഇത്തവണ ഉണ്ടാകില്ല എന്ന ഒരു വിലയിരുത്തൽ പൊതുവെ വരുന്നു. ഇന്ത്യ മുന്നണി മികച്ച പ്രകടനത്തിലേക്ക് മുന്നോട്ട് പോകും എന്ന് കരുതുന്ന വിലയിരുത്തലുകൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. ഏതാണ്ട് 60 സീറ്റുകളിലേക്കൊക്കെ BJP താഴാം. 50-ൽ നടുത്ത് വരെ എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് പറയുന്ന വലിയ ചർച്ചകൾ ഹിന്ദി ഹാർട്ട്ലാൻഡിലാകെ നടക്കുന്നുണ്ട്, ഉത്തരേന്ത്യയിൽ നടക്കുന്നുണ്ട്, അവിടുത്തെ സമൂഹ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ദേശീയതലത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെ ആശ്രയിച്ചാൽ ഇത് ഉണ്ടാവാൻ സാധ്യതയില്ല, അറിയാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലൂടെ, യൂട്യൂബ് ചാനലുകളിലൂടെ, യൂട്യൂബ് വീഡിയോകളിലൂടെയൊക്കെ ഉത്തരേന്ത്യൻ അന്തരീക്ഷം കുറേ കൂടി വ്യത്യസ്തമാണ് എന്ന നിലയിലുള്ള വിവരങ്ങൾ വരുന്നു.